ഫൈനലി ഫ്ലിപ്കാർട്ടിൽ GOAT സെയിൽ ഗോഡ് സെയിലിന്റെ ഡേറ്റ് അങ്ങോട്ട് കൺഫേം ആയിട്ടുണ്ട്. 20-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോവുക. എന്നാൽ നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ ഏർലി ആക്സസ് കിട്ടും. 19-ാം തീയതി മുതൽ സാധനങ്ങൾ മേടിച്ചു തുടങ്ങാം. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല, എന്നാൽ കൺഫേം ആക്കുന്നെങ്കിൽ 19 അല്ലെങ്കിൽ 20-ാം തീയതി ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആമസോൺ പ്രൈം ഡേ വരുവാണല്ലോ. അപ്പൊ അതിന് ബദലായിട്ടാണ് ഒരു ഓഫർ സെയിൽ ആക്ച്വലി ഒരു GOT സെയിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളി കോമ്പറ്റീഷൻ ആയിരിക്കും ഇവർ തമ്മിൽ. അതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു GOT സെയിലിനോടനുബന്ധിച്ച് മറ്റൊരു റിലേറ്റഡ് ഓഫർ സെയിൽ വന്നിട്ടുണ്ട്. ഏർലി ബേർഡ് ഡീൽസ് എന്നാണ് പറയുന്നത്. 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ആക്ച്വലി ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. അതായത് ഇന്ന് മുതൽ ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ ഇയർബഡ്സ് കാറ്റഗറിക്ക് ഒന്നും വലിയ രീതിക്ക് ഓഫർ സെയിലിൽ നമുക്ക് വന്നിട്ടില്ല, ആക്ച്വലി ലൈവ് ആയിട്ടില്ല. എന്നാൽ ഇവിടെ അത്യാവശ്യം ഓഫറിന് കാണാൻ പറ്റുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അതിൽ ഒന്നാമത് തന്നെ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ iPhone 14 പ്ലസ് 79,900 രൂപയ്ക്ക് നമുക്ക് നോർമൽ റേറ്റിൽ 128 വേരിയന്റ് കിട്ടുമെങ്കിൽ ഇപ്പോൾ നമുക്ക് വെറും 53,999 രൂപയ്ക്ക് മേടിക്കാം. അത് വിത്ത് കാർഡ് ഓഫർ ആണ്. എന്നാൽ വിത്തൗട്ട് കാർഡ് ഓഫറിൽ നമുക്ക് 55,999 മേടിക്കാൻ സാധിക്കുക. 128 വേരിയന്റ് ആണ് കേട്ടോ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഞാൻ കൂടുതലായിട്ട് വണ്ടർ അടിച്ചൊരു ഫോണാണ് നത്തിങ് ഫോൺ 2. വെറും 28,999 രൂപയ്ക്ക് മേടിക്കാം. ഞാൻ ഈ വെറും എന്ന് ഉദ്ദേശിച്ചതിന്റെ കാരണം ഇത് നോർമൽ റേറ്റ് ആദ്യം 55,000 രൂപയ്ക്ക് ഇറങ്ങിയതാണ്. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 50,000 രൂപയിലേക്ക് എത്തി. പിന്നെ പല ഓഫർ സമയങ്ങളിൽ നമുക്ക് 35,000 രൂപയ്ക്ക് മേടിക്കായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. 28,999 രൂപയ്ക്ക് നമുക്ക് നത്തിങ് ഫോൺ 2 മേടിക്കാം. നത്തിങ് ഫോൺ 1 ആക്ച്വലി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു റേറ്റ് ആയിരുന്നു. ആ ഒരു സെയിം റേറ്റിലേക്ക് നമ്മുടെ നത്തിങ് ഫോൺ 2 വന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മുടെ നത്തിങ് ഫോൺ 1 24,000 രൂപയ്ക്കാണ് ഒരു ഓഫർ സെയിലിൽ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ നത്തിങ് ഫോൺ 2 ചിലപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ 24,000 രൂപയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും നമ്പാൻ പറ്റത്തില്ല ഫ്ലിപ്കാർട്ടിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീലും, അതായത് 28,999 രൂപയും നല്ലൊരു ഓഫർ ഡീൽ തന്നെയാണ്. എന്റെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫോണുകളിൽ ഒന്നാണ് ആക്ച്വലി ഒരു നത്തിങ് ഫോൺ 2. നത്തിങ് ഫോൺ 1 എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ നത്തിങ് ഫോൺ 2 പലപ്പോഴും മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അങ്ങോട്ട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു റേറ്റ് കണ്ടിട്ട് ഞാനും മേടിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം വെച്ചാൽ എൻ്റെ ഓൾറെഡി 2 ഫോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മേടിച്ചില്ലെങ്കിലും അത്യാവശ്യമൊന്നുമില്ല. എന്തായാലും ഞാൻ മിക്കവാറും ഒന്ന് ബിഗ് ബില്യൺ ഡേയ്സിൽ വെയിറ്റ് ചെയ്തിട്ട് നത്തിങ് ഫോൺ 2 എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു ഫോൺ ഇവിടെ കാണുന്നത് നമ്മുടെ മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ ആണ്. അതിന്റെ നോർമൽ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ കാണിക്കുന്നത് 27,999 ആണ്. ഇപ്പൊ നമുക്ക് 24,999 മേടിക്കാം. പക്ഷേ എന്താ പറയുക, കാർഡ് ഓഫർ കഴിഞ്ഞാൽ 21,000 രൂപയ്ക്ക് നമുക്ക് ഒരു ഫോൺ കിട്ടുമെന്ന് അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല പ്രോഡക്റ്റുകൾ. പിന്നെ നമ്മുടെ മാക്ബുക്ക് എയർ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അതിന് നോർമൽ റേറ്റ് 89,999 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് M2 ചിപ്പിന്റെ 2022 മോഡലാണ്. 74 സംതിങ്ങിന് എന്തോ നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ എന്തോ ഞാൻ കണ്ടിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ഉണ്ടായത് നമ്മുടെ iPhone 14 പ്ലസിന്റെ ആ ഒരു റേറ്റും കൂടാതെ നത്തിങ് ഫോൺ 2ന്റെ ആ ഒരു റേറ്റുമാണ്. കൂടാതെ ഏർലി ബേർഡ് ഡീൽസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.